Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ സായി സ്നേഹത്തിനും എല്ലാവർക്കും അറിയാം, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 60ഓളം കുട്ടികൾക്ക് സംരക്ഷണം, വിദ്യാഭ്യാസം എല്ലാം നൽകുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരുടെ ഒക്കെ സഹായത്തോടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാമെല്ലാമായ KR രവിയേട്ടനാണ്. KR രവിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നജീബ് കാന്തപുരം MLA നിയമസഭയിൽ ഇങ്ങനെ സായി സ്നേഹദിനത്തിന് എന്തെങ്കിലും സഹായം എത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രിയുടെ മറുപടി അദ്ദേഹം പറഞ്ഞു. അത് വലിയ വിവാദമായ ഒരു പ്രശ്നമാണ്, ഒരുപാട് ചർച്ചയായതാണ്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. നജീബ് കാന്തപുരം 36,000 മുകളിൽ 32,000 മുകളിൽ വോട്ടിന് ജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പിന്നെ നിങ്ങൾ കണ്ടോ? ഇനിയിപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഈ സായി സ്നേഹതീരത്തിന് എന്തെങ്കിലും സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പെരിന്തൽമണ്ണ MLA സായി സ്നേഹതീരത്തിൻ്റെ രക്ഷാധികാരിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രക്ഷാധികാരി എന്ന നിലയിൽ നമ്മളുടെ മുനിസിപ്പൽ ചെയർമാൻ നജീബ് കാന്തപുരം, നമ്മുടെ മഞ്ഞാളക്കുഴി അലി സാറ്, അങ്ങനെ തുടങ്ങി CV സദാശിവൻ, ശശികുമാർ XMLA, അങ്ങനെയുള്ള ആളുകളൊക്കെ മറ്റ് താല്പര്യങ്ങൾക്ക് അതീതമായി സായി സ്നേഹതീരത്തെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. MLA കുട്ടികളോട് വോട്ട് ചോദിക്കാമെന്നപ്പോൾ പറഞ്ഞു, നമ്മളൊരു ബേസ് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. തീർച്ചയായും ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്നത് റേഷനരിയും ഗോതമ്പും ചുരുങ്ങിയ ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് കുട്ടികൾക്ക് ഗ്രാൻറ്റാണ്. 10-17 വർഷമായിട്ട് ഞങ്ങൾക്ക് ഗ്രാൻറ്റ് ലഭിച്ചിട്ടില്ല. ഗ്രാൻറ്റിന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. പുതിയ സംവിധാനത്തിൽ MLAയുടെ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് ഗ്രാൻറ്റും മറ്റ് സൗകര്യങ്ങളും ചെയ്തു തരും എന്നാണ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. പൊതുജനങ്ങളുടെ സഹായത്തോടു കൂടി സത്യസായി സേവാ ഓർഗനൈസേഷനും പെരിന്തൽമണ്ണയിലെയും മലപ്പുറം ജില്ലയിലെയും പൊതുപ്രവർത്തകരും കൂടി നടത്തുന്ന ഈ സ്ഥാപനം ഏതാണ്ട് 150-ലധികം കുട്ടികൾ ഈ 16 വർഷക്കാലമായി പഠിച്ചു പോയിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾക്ക് 6 കുട്ടികൾ, 4 കുട്ടികൾ പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉന്നത വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 7 കുട്ടികൾ ഡിഗ്രി പാസ്സായി, 1 കുട്ടി PG പാസ്സായി, ഒരാൾ ഇപ്പം BEd ചെയ്യുകയാണ്, ഒരു 4-5 ആളുകൾ. അതെ, എല്ലാ സന്തോഷമാണ്. 4-5 ആളുകൾ ITI പാസ്സായി വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. ഏറ്റവും ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഉണ്ണികൃഷ്ണൻ ലോജിസ്റ്റിക് പഠിച്ചിട്ട് അവനിപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ സായി സ്നേഹതീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമാണ്. തീർച്ചയായും MLA എന്തായാലും ഇതൊക്കെ ഒരു പ്രതീക്ഷ, MLA ഇതെല്ലാം ശരിയാക്കി തരുമെന്നൊരു പ്രതീക്ഷ കൂടി. തീർച്ചയായും MLA അത് പറഞ്ഞ വാക്ക് പാലിക്കും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഏതായാലും സായി സ്നേഹതീരത്തിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞ നജീബ് കാന്തപുരം ഇവിടുത്തെ കുട്ടികളെ പല പരിപാടികൾക്കും അദ്ദേഹം സമയമുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസാം സ്വദേശിയായ ഒരു ബാലൻ, അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ രാത്രി പോയി അവനെ സുരക്ഷിതമായി, അവൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കിയതാണ്. അപ്പോൾ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷെ ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മയെ അത് വില കുറച്ച് കാണാൻ പറ്റില്ലല്ലോ. അതായത് സായി സ്നേഹത്തിലെ കുഞ്ഞുമക്കൾക്കും ഈ KR രവിക്കും മറ്റുള്ളവർക്കൊക്കെ പ്രതീക്ഷയുണ്ട് നജീബ് കാന്തപുരം MLAയിൽ. ഇവിടെ സർക്കാർ ഗ്രാൻഡ് ലഭ്യമാക്കാൻ MLAയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് KR രവി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ജബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.